മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, എന്നും ഒരേപോലെ ആരും നമ്മളെ സ്നേഹിക്കുമെന്ന് വിശ്വസിക്കരുത്. ഇഷ്ടങ്ങൾ മാറുമ്പോൾ മറക്കുന്നവരാണ് പലരും. നിങ്ങളെ ജയിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങൾ തന്നെയാണ്. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്തുവാനും സ്നേഹത്തിനേ കഴിയൂ. ധാരാളം പ്രതികൂല ചിന്തകൾ നിങ്ങൾക്കുണ്ടായേക്കാം. അവയെ മനസ്സിൽ വേരുപിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങളെ ആശ്വസിപ്പിച്ചവരെ നിങ്ങൾ എന്നും കൂടെ നിർത്തണം. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടെന്നാണ്. ഭക്തരെ, കിട്ടാത്തതിന് പിറകെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഭക്തരെ, തർക്കങ്ങളെക്കാൾ നല്ലത് ഒഴിഞ്ഞുമാറലുകളാണ്. നിങ്ങളുടെ പിൻവാങ്ങൽ അവരുടെ വിജയമായി മറ്റുള്ളവർ കരുതട്ടെ. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. ഭക്തരെ, വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥതയുള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല. ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാനും കഴിയുന്നില്ല. ഭക്തരെ, സ്വപ്നങ്ങളുടെ ശക്തിയെയും മനുഷ്യാത്മാവിൻ്റെ സ്വാധീനത്തെയും ഒരിക്കലും കുറച്ചു കാണരുത്. മഹത്തായ സാധ്യതകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. ദൈവത്തെ നിങ്ങൾ കാണുന്നില്ല എന്ന് പറയരുത്. വിഷമഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നവരെല്ലാം ദൈവമാണ്. ഓരോ മനുഷ്യനും അവരുടേതായ വിലയുണ്ട്. പരിഗണിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക. ഭക്തരെ, എല്ലായ്പ്പോഴും മനുഷ്യൻ വിധിയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിൻ്റെയും ബലഹീനതയുടെയും പ്രതിധ്വനിയാണ് അവൻ്റെ ജീവിതം. എന്തു നല്ല കാര്യം ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടെത്തുന്നവരിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ ശ്രമിക്കുക. സ്നേഹത്തിനു വേണ്ടി ആരുടെ മുന്നിലും യാചിക്കരുത്. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആരൊക്കെയാണെന്ന്. ഭക്തരെ, നിങ്ങളുടെ മനസ്സറിയുന്നവർക്ക് മാത്രമേ നിങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാകുക. ഭക്തരെ, താൻ കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.